ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് സീറോ റേറ്റഡ് സപ്ലൈ ഓഫ് സർവീസ്. അതായത് നമ്മൾ ഈ റീഫണ്ടൊക്കെ നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ നമുക്കറിയാം, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് വിധത്തിലാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് എക്സ്പോർട്ട് വിത്തൗട്ട് പേയ്മെൻറ്റ് ഓഫ് ടാക്സും എക്സ്പോർട്ട് വിത്ത് പേയ്മെൻറ്റ് ഓഫ് ടാക്സും. എക്സ്പോർട്ട് വിത്ത് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആണെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് ആണ് റീഫണ്ട് ചെയ്യുന്നത് എങ്കിൽ, എക്സ്പോർട്ട് വിത്തൗട്ട് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആണെങ്കിൽ നമ്മൾ ഇൻപുട്ട് ടാക്സ് ആണ് നമ്മൾ റീഫണ്ടിനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റീഫണ്ടിന് എക്സ്പോർട്ട് വിത്തൗട്ട് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആണെങ്കിൽ RFD 01 തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റീഫണ്ടിന് അപ്ലിക്കേഷനൊക്കെ കൊടുക്കണം. അതിനൊരു കമ്പ്യൂട്ടേഷൻ ഇതൊക്കെ ഉണ്ട്. എത്ര എമൗണ്ട് ആണ്, എത്ര ഇൻപുട്ടാണ് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടുക എന്നുള്ളതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട എലമെൻ്റ് ആണ് സീറോ റേറ്റഡ് സപ്ലൈ ഓഫ് സർവീസ്. അതായത് ടേൺ ഓവർ ഓഫ് സീറോ റേറ്റഡ് സപ്ലൈ ഓഫ് സർവീസ് എന്നുള്ളത് നമ്മൾ ഈ ഒരു ഇൻപുട്ടിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളത് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ എത്രയാണ് ടേൺ ഓവർ ഓഫ് സീറോ റേറ്റഡ് സപ്ലൈ ഓഫ് സർവീസ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഏപ്രിൽ 2025 റീഫണ്ടിനാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ ഏപ്രിൽ 2025 ഞാൻ റിസീവ് ചെയ്ത സീറോ റേറ്റഡ് സപ്ലൈ ഓഫ് സർവീസിൻ്റെ എമൗണ്ട്, ഏപ്രിൽ 2025 ഞാൻ റിസീവ് ചെയ്ത സീറോ റേറ്റഡ് സപ്ലൈ ഓഫ് സർവീസിൻ്റെ എത്രയാണോ എമൗണ്ട് അതൊന്ന് ആഡ് ചെയ്യണം. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം, പ്രീവിയസ് മന്തിൽ ഞാൻ ഈ സീറോ റേറ്റഡ് സപ്ലൈ ഓഫ് സർവീസിൻ്റെ ഭാഗമായി എന്തെങ്കിലും അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഫെബ്രുവരിയിലോ മാർച്ചിൽ 2025 എനിക്ക് അഡ്വാൻസ് കിട്ടി, പക്ഷെ ഞാൻ എൻ്റെ ബില്ല് ചെയ്യുന്നത് ഏപ്രിൽ 2025 അത് ഇതിൻ്റെ കൂടെ കൂട്ടണം. മൈനസ് ഏപ്രിൽ 2025 ഞാൻ ഏതെങ്കിലും സീറോ റേറ്റഡ് സപ്ലൈ ഓഫ് സർവീസിൻ്റെ എമൗണ്ട് ഞാൻ അഡ്വാൻസ് ആയിട്ട് വാങ്ങി. അതിൻ്റെ ബില്ലിങ് നടക്കുന്ന എപ്പോഴായിരിക്കും, ചിലപ്പോൾ ഈ മെയ്യിലോ ജൂണിലോ ഒക്കെ ആയിരിക്കും അതിൻ്റെ ബില്ലിങ് നടക്കുക. അപ്പോൾ അത് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, എമൗണ്ട് റിസീവ് ചെയ്യും വേണം, ബില്ലിങ്ങും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ ടേൺ ഓവർ ഓഫ് സീറോ റേറ്റഡ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ രണ്ടും നടക്കണം. എമൗണ്ട് മാത്രം കിട്ടിയാൽ പോരാ, എമൗണ്ടും കിട്ടണം, അതിൻ്റെ ബില്ലിങ്ങും നടക്കണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ അതിൻ്റെ സീറോ റേറ്റഡ് സപ്ലൈ ഓഫ് സർവീസിൻ്റെ ടേൺ ഓവർ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.